trigonometric functionsന്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡക്ഷൻ ഫോർമുല എന്നറിയപ്പെടുന്ന കുറച്ച് ഫോർമുലകളാണ്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കുന്നത് റിഡക്ഷൻ ഫോർമുല ഫോർ π/2 മൈനസ് എക്സ്. അപ്പോൾ അതിന് ആദ്യം സൈൻ π/2 മൈനസ് എക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചു സൈൻ എക്സ് മൈനസ് വൈ, ഇറ്റ് ഈസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ആ ഫോർമുല ഉപയോഗിക്കുക. സൈൻ എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ സൈൻ π/2 മൈനസ് എക്സ്, ഇറ്റ് ഈസ് സൈൻ π/2 കോസ് എക്സ് മൈനസ് കോസ് π/2 സൈൻ എക്സ്. അതിൽ സൈൻ π/2ൻ്റെ വാല്യൂ 1 എന്നറിയാം. അപ്പോൾ 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് π/2 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു സൈൻ എക്സ്. 1 ഇൻറ്റു കോസ് എക്സ് ആണ്. 0 ഇൻറ്റു സൈൻ എക്സ് 0 ആണ്. അപ്പോൾ കോസ് എക്സ് മൈനസ് 0 ഇസിക്കൽ ടു കോസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ π/2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. അതുപോലെ കോസ് π/2 മൈനസ് എക്സ്, കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല നോക്കൂ. കോസ് എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ കോസ് π/2 മൈനസ് എക്സ് എന്ന് വരും കോസ് എക്സ് കോസ് വൈ, ദാറ്റ് മീൻസ് കോസ് π/2 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് സൈൻ വൈ, ദാറ്റ് ഈസ് സൈൻ π/2 സൈൻ എക്സ്. കോസ് π/2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു സൈൻ എക്സ്. 0 ഇൻറ്റു കോസ് എക്സ് 0 പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ് പ്ലസ് 0 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അങ്ങനെ കോസ് π/2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അടുത്തത് ടാൻ π/2 മൈനസ് എക്സ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലോ. അപ്പോൾ ടാൻ π/2 മൈനസ് എക്സ് മീൻസ് സൈൻ π/2 മൈനസ് എക്സ് ബൈ കോസ് π/2 മൈനസ് എക്സ്. സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ്, കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരും ഈക്വൽ ടു കോട്ട് എക്സ്. ദാറ്റ് മീൻസ് ടാൻ π/2 മൈനസ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. അടുത്ത കോട്ട് π/2 മൈനസ് എക്സ്. കോട്ട് എക്സ് മീൻസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. അപ്പോൾ കോട്ട് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് π/2 മൈനസ് എക്സ് ബൈ സൈൻ π/2 മൈനസ് എക്സ്. കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. അപ്പോൾ അടുത്ത ഫോർമുല കിട്ടി കോട്ട് π/2 മൈനസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. അടുത്ത സീക്ക് π/2 മൈനസ് എക്സ്. സീക്ക് π/2 മൈനസ് എക്സ്, സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് ആണല്ലോ. അപ്പോൾ സീക്ക് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 1 ബൈ കോസ് π/2 മൈനസ് എക്സ്. ഇറ്റ് ഈസ് 1 ബൈ സൈൻ എക്സ്. 1 ബൈ സൈൻ എക്സ് കൊസീക്ക് എക്സ് ആണ്. അപ്പോൾ സീക്ക് π/2 മൈനസ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. അടുത്ത ഫോർമുല കൊസീക്ക് π/2 മൈനസ് എക്സ്. കൊസീക്ക് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ π/2 മൈനസ് എക്സ്. 1 ബൈ സൈൻ ആണ് കൊസീക്ക്. അപ്പോൾ 1 ബൈ സൈൻ π/2 മൈനസ് എക്സ്. ഇറ്റ് ഈസ് 1 ബൈ സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. 1 ബൈ കോസ് എക്സ്, 1 ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ്. അങ്ങനെ അടുത്ത ഫോർമുല കിട്ടി കൊസീക്ക് π/2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ്. നമുക്ക് ആ കിട്ടിയ ഫോർമുലകൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യം കിട്ടിയത് സൈൻ π/2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാണ്. അതുപോലെ കോസ് π/2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അതായത് π/2 മൈനസ് എക്സ് എന്ന ഫോർമുല വന്നപ്പോൾ, റിഡക്ഷൻ ഫോർമുല എടുത്തപ്പോൾ സൈൻ കോസായും കോസ് സൈനായും മാറി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടുത്തെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് π/2 മൈനസ് എക്സും മറ്റൊന്ന് എക്സും ആണ്. സൈൻ π/2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നല്ലേ. ഒരാംഗിൾ π/2 മൈനസ് എക്സും മറ്റേ ആംഗിൾ എക്സും ആണ്. ആ രണ്ട് ആംഗിളുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് ഈ π/2 മൈനസ് എക്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? π/2 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നെടുത്താൽ π/2 കിട്ടും, അല്ലെങ്കിൽ 90 ഡിഗ്രി കിട്ടും. π/2 റേഡിയൻ ആണ്, അപ്പോൾ 90 ഡിഗ്രി കിട്ടും. രണ്ട് ആംഗിളുകളെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വന്നാൽ ആ ആംഗിളുകളെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന്. മലയാളത്തിൽ പൂരക കോണുകൾ എന്ന് പറയും. രണ്ട് ആംഗിളുകളുടെ സമ്മ് 90 ഡിഗ്രി വന്നാൽ, അല്ലെങ്കിൽ π/2 റേഡിയൻ വന്നാൽ ആ ആംഗിൾസുകളെ വിളിക്കുന്ന പേര് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ്. ഇവിടെ π/2 മൈനസ് എക്സും എക്സും കൂടെ ആഡ് ചെയ്താൽ π/2 ആകും, ദാറ്റ് മീൻസ് 90 ഡിഗ്രി ആവും. അപ്പോൾ π/2 മൈനസ് എക്സും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. മലയാളം പഠിച്ചവർക്ക് പൂരക കോണുകൾ എന്നാണ് എൻ്റെ മലയാളം. കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ട് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അതിൽ ഒരു ആംഗിളിൻ്റെ സൈനും മറ്റേ ആംഗിളിൻ്റെ കോസും ഈക്വൽ ആയിരിക്കുന്നു. അതുപോലെ ഇവിടെ തന്നെ കോസ് π/2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. രണ്ട് കോംപ്ലിമെൻ്ററി ആംഗിൾസിൽ ഒന്നിൻ്റെ കോസും മറ്റേതിൻ്റെ സൈനും ഈക്വൽ ആകും. ഫോർ എക്സാമ്പിൾ 40 ഡിഗ്രിയും 50 ഡിഗ്രിയും ആഡ് ചെയ്താൽ 90 ഡിഗ്രി ആവും. അപ്പോൾ കോസ് 40 സൈൻ 50ക്ക് ഈക്വൽ ആയിരിക്കും. തിരിച്ച് സൈൻ 40 കോസ് 50ക്ക് ഈക്വൽ ആയിരിക്കും, ഡിഗ്രി ഉപയോഗിച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് π/2 മൈനസ് എക്സ് എടുത്തപ്പോൾ സൈന് കോസായും കോസ് സൈനായും മാറി.
അതുകൊണ്ട് ഈ രണ്ട് ഫംഗ്ഷനുകളെ സൈൻ എക്സിനെയും കോസ് എക്സിനെയും നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഈ കോസ് എന്ന പേര് തന്നെ എന്താണ്? കോംപ്ലിമെൻ്ററി സൈൻ. അതിൻ്റെ ചുരുക്കെഴുത്താണ് കൊസൈൻ. ആ കൊസൈനിനെ ചുരുക്കി എഴുതുന്നതാണ് കോസ്. കോംപ്ലിമെൻ്ററി സൈൻ എന്നാണ്, സൈനിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നർത്ഥം. അതുപോലെ നിങ്ങൾ ടാനും നോക്കിയാൽ ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് കോട്ടെക്സും കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ടാൻ എക്സുമാണ്. ഇവിടെയും ടാൻ എക്സും കോട്ടെക്സും കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ പൈ ബൈ 2 മൈനസ് എക്സ് എടുത്തപ്പോൾ ടാൻ കോട്ടായും കോട്ട് ടാനായും മാറി. അതുപോലെ സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് കൊസീക്ക് എക്സും കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് സീക്ക് എക്സും. അവിടെ സീക്കും കൊസീക്കുമാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻസ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി സീക്ക് എന്നാണ്. നേരത്തെ നമ്മൾ കോട്ട് പറഞ്ഞില്ലേ, കോംപ്ലിമെൻ്ററി ടാൻ, കോറ്റാൻ. ആ കോറ്റാനാണ് കോട്ടെന്ന് ചുരുക്കി പറയണത്. അപ്പോൾ ഇവിടെ കണ്ടൊരു പ്രത്യേകത, പൈ ബൈ 2 മൈനസ് എക്സിൻ്റെ ഫോമിൽ റിഡക്ഷൻ ഫോമിൽ ഉപയോഗിച്ചപ്പോൾ ഫംഗ്ഷന് മാറ്റം വരുന്നത്. സൈൻ മാറി കോസായി, കോസ് മാറി സൈനായി. അതായത് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സും കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സും. അതുപോലെ ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് കോട്ടെക്സും കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ടാൻ എക്സുമാണ്. അതായത് ടാൻ മാറി കോട്ടായി, കോട്ട് മാറി ടാനായി. സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് കൊസീക്ക് എക്സും കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് സീക്ക് എക്സുമാണ്. ദാറ്റ് മീൻസ് സീക്ക് കൊസീക്കായി മാറി, കൊസീക്ക് സീക്കായി മാറി. ഇതാണ് വന്ന മാറ്റം. നമുക്കിപ്പോൾ പൈ ബൈ 2 മൈനസ് എക്സിൻ്റെ ഫോമുലയാണ് എഴുതിയത്. നമുക്കൊരു ഒരെണ്ണം കൂടി നോക്കാം. പൈ മൈനസ് എക്സ് നോക്കൂ. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് വൈ, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ സൈൻ പൈ കോസ് എക്സ് മൈനസ് കോസ് പൈ സൈൻ എക്സ് എന്ന് വരും. സൈൻ പൈ 0 ആണ്. 0 ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് പൈ -1 ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 0 പൈ പൈ ബൈ 2ൻ്റെ ഒക്കെ സൈൻ കോസ് ഫംഗ്ഷൻ്റെ വാല്യൂസ് നമ്മൾ യൂണിറ്റ് സർക്കിളൊക്കെ വരച്ചിട്ട് അത് ഓർത്തിരിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂസ് പഠിച്ച് വയ്ക്കാൻ പറ്റും. കോസ് പൈയുടെ വാല്യൂ -1 ആണ് ഇൻറ്റു സൈൻ എക്സ്. 0 ഇൻറ്റു കോസ് എക്സ് 0 മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. 1 ഇൻറ്റു സൈൻ എക്സ് 0 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഫംഗ്ഷൻ മാറിയിട്ടില്ല. നേരത്തെ പൈ ബൈ 2 മൈനസ് എക്സിൽ അങ്ങനെ അല്ലായിരുന്നു. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ആയിരുന്നു, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആയിരുന്നു. ഇവിടെ ഫംഗ്ഷൻ മാറുന്നില്ല, അതേ ഫംഗ്ഷൻ തന്നെ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഈ കോസ് പൈ മൈനസ് എക്സ് എടുത്ത് നോക്കാം. കോസ് പൈ മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് വൈ. എന്താണ് കോസ് എക്സ് മൈനസ് വൈ? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് എന്ത് കിട്ടും? കോസ് എക്സ് കോസ് വൈ ദാറ്റ് ഈസ് കോസ് പൈ കോസ് എക്സ് പ്ലസ് സൈൻ പൈ സൈൻ എക്സ്. കോസ് പൈ -1 അപ്പോൾ -1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ പൈ 0 ആണ്. 0 ഇൻറ്റു സൈൻ എക്സ് -1 ഇൻറ്റു കോസ് എക്സ് ആവും മൈനസ് കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു സൈൻ എക്സ് 0 മൈനസ് കോസ് എക്സ് പ്ലസ് 0 ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. അങ്ങനെ കോസ് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഇവിടെയും നിങ്ങൾ കണ്ട് ഫംഗ്ഷൻ മാറിയിട്ടില്ല, അതേ ഫംഗ്ഷൻ തന്നെ കിട്ടിയിരിക്കുന്നു. ഒരു ചിഹ്നം മാറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചിഹ്നം മാറുന്നതെന്നുള്ള പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നമ്മൾ ആ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം നോക്കിയാൽ മതി. ഇവിടെയും ഫംഗ്ഷൻ മാറിയിട്ടില്ല എന്ന് കാണാം. ഇപ്പം ടാൻ പൈ മൈനസ് എക്സ്, ടാൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസാണ്. അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് ബൈ കോസ് പൈ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സും കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സുമാണ്. അപ്പോൾ സൈൻ എക്സ് ബൈ മൈനസ് കോസ് എക്സ് ഇറ്റ് ഈസ് മൈനസ് ടാൻ എക്സ്. അപ്പോൾ ടാൻ പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ എക്സ്. ഇവിടെയും ഫംഗ്ഷൻ മാറിയിട്ടില്ല. ഇനി കോട്ട് പൈ മൈനസ് എക്സ്, കോട്ട് കോസ് ബൈ സൈൻ അല്ലേ, അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് ബൈ സൈൻ പൈ മൈനസ് എക്സ്. കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് ബൈ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ഈസ് മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്. അപ്പോൾ കോട്ട് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്. അടുത്ത സീക്ക് പൈ മൈനസ് എക്സ്. സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് അല്ലേ, അപ്പോൾ സീക്ക് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് പൈ മൈനസ് എക്സ്. ഇറ്റ് ഈസ് 1 ബൈ മൈനസ് കോസ് എക്സ്. പ്ലസ് ബൈ മൈനസ് ഈസ് മൈനസ്. 1 ബൈ കോസ് ഈസ് സീക്ക്, അപ്പോൾ മൈനസ് സീക്ക് എക്സ് എന്ന് കിട്ടി. അപ്പോൾ സീക്ക് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സീക്ക് എക്സ്. അടുത്ത കൊസീക്ക് പൈ മൈനസ് എക്സ്. കൊസീക്ക് 1 ബൈ സൈൻ ആണ്. അപ്പോൾ കൊസീക്ക് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ പൈ മൈനസ് എക്സ്. ഇറ്റ് ഈസ് 1 ബൈ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് തന്നെയാണ്, നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ 1 ബൈ സൈൻ എക്സ് കിട്ടും കൊസീക്ക് എക്സ്. അപ്പോൾ കൊസീക്ക് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ പൈ മൈനസ് എക്സിൻ്റെ ഫോമുലകളിലൊക്കെ ഫംഗ്ഷന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, അതേ ഫംഗ്ഷൻ തന്നെ കിട്ടിയിരിക്കുന്നു. പൈ ബൈ 2 മൈനസ് എക്സിൻ്റെ ഫോമുലയിലെല്ലാം ഫംഗ്ഷൻ മാറിയായിരുന്നു. സൈൻ കോസായും കോസ് സൈനായും മാറിയായിരുന്നു. ടാൻ കോട്ടായും കോട്ട് ടാനായും മാറിയായിരുന്നു. സീക്ക് കൊസീക്കായും കൊസീക്ക് സീക്കായും മാറി. പക്ഷേ പൈ മൈനസ് എക്സിൻ്റെ ഫോമുലകൾ എടുത്തപ്പോൾ ഒരു ചേഞ്ചും ഫംഗ്ഷന് വന്നിട്ടില്ല, അതേ ഫംഗ്ഷൻ തന്നെ കിട്ടി. ചിലയിടത്ത് പോസിറ്റീവ് ചിലയിടത്ത് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഫംഗ്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഒരു ചേഞ്ചും വന്നിട്ടില്ല.
അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് റിഡക്ഷൻ ഫോമുലകളെ നമ്മൾ കണ്ടുള്ളൂ, π/2 മൈനസ് എക്സും π മൈനസ് എക്സും. ഇതുപോലെ നമുക്ക് π/2 പ്ലസ് എക്സ് എഴുതാൻ പറ്റും, π പ്ലസ് എക്സ് എഴുതാൻ പറ്റും. π/2 മൈനസ് എക്സ് പോലെ π/2 പ്ലസ് എക്സ്, π മൈനസ് എക്സ് പോലെ π പ്ലസ് എക്സ്. അതുപോലെ 3π/2 ദാറ്റ് ഈസ് 270 ഡിഗ്രി, 3π/2 മൈനസ് എക്സ് 3π/2 പ്ലസ് എക്സ്. അതുപോലെ 2π മൈനസ് എക്സ് 2π പ്ലസ് എക്സ്. ഇത്രയും റിഡക്ഷൻ ഫോമുലകൾ കൂടി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ചെയ്തു തരുന്നൊരു വർക്കെന്ന് പറയുന്നത് ഈ റിഡക്ഷൻ ഫോമുലകൾ ഒന്ന് പരിശോധിക്കുക. ഏതൊക്കെയാണ്? ഇവിടെ π/2ഉം πയും, π/2 മൈനസ് എക്സും π മൈനസ് എക്സും. ഇതുപോലെ π/2 പ്ലസ് എക്സ് π പ്ലസ് എക്സ്. അതുപോലെ 3π/2 മൈനസ് എക്സ് 3π/2 പ്ലസ് എക്സ്. അതുപോലെ 2π മൈനസ് എക്സ് 2π പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും 4 ആംഗിൾസ് ആണ്. ഇതൊക്കെയാണ് ഒന്ന് π/2, മറ്റൊന്ന് π, മറ്റൊന്ന് 3π/2, മറ്റൊന്ന് 2π. ഈ 4 ആംഗിൾസ്, ദാറ്റ് ആംഗിൾ മൈനസ് എക്സും വരും, ദാറ്റ് ആംഗിൾ പ്ലസ് എക്സും വരും. അങ്ങനെ 8 ടൈപ്പ് വരും. π/2 മൈനസ് എക്സ് π/2 പ്ലസ് എക്സ്, π മൈനസ് എക്സ് π പ്ലസ് എക്സ്, 3π/2 മൈനസ് എക്സ് 3π/2 പ്ലസ് എക്സ്, 2π മൈനസ് എക്സ് 2π പ്ലസ് എക്സ്. ഇങ്ങനെ 8 എണ്ണമാണ്. 8 എണ്ണത്തിന് ഓരോ 6 ഫോമുല ചെയ്തുകൊണ്ട് അങ്ങനെ 8 ഫോമുലകളൊന്നും എഴുതണം. എഴുതിയിട്ട് ഈ ഫോമുലകൾ നിങ്ങളൊരു റഫായിട്ട് ചെയ്ത് നോക്കണം. ഈ ഫോമുലകൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇതിന് ചില ടെക്നിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, π/2 വന്നപ്പോൾ സൈൻ കോസായും കോസൈനായി മാറിയെന്നും ടാൻ കോട്ടായും കോട്ടാനായി മാറിയെന്നും സീക്ക് കൊസീക്കായും കൊസീക്ക് സീക്കായും മാറിയതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ π മൈനസ് എക്സ് വന്നപ്പോൾ ഫംഗ്ഷൻ മാറിയില്ല എന്നും കണ്ടു. അപ്പം നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് എന്നതുപോലെ തരുന്ന ഇതാണ് നമ്മൾ ഈ പറഞ്ഞ 8 ഫോമുലകൾ. ശരിക്കും പറഞ്ഞാൽ 4 ആംഗിൾസാണ്, π/2 π 3π/2 2π. ഈ 4 ആംഗിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദാറ്റ് ആംഗിൾ മൈനസ് എക്സും ദാറ്റ് ആംഗിൾ പ്ലസ് എക്സും ഈ ഫോമുലകൾ എടുത്തിട്ട് ഇതിലേതൊക്കെ ഏതൊക്കെ ആംഗിൾസ് എടുക്കുമ്പോഴാണ് ഫംഗ്ഷൻ മാറാതെ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഏതൊക്കെ ആംഗിൾ എടുക്കുമ്പോഴാണ് ഫംഗ്ഷന് മാറ്റം വരുന്നത്, മാറ്റം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, ഇത് നിങ്ങൾക്ക് സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ റിഡക്ഷൻ ഫോമുല പഠിക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമുക്ക് ഈ എല്ലാ ഫോമുലയും ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വയ്ക്കാൻ കഴിയില്ല. വേണമെങ്കിൽ π/2 മൈനസ് എക്സിൻ്റെ ഒക്കെ പഠിച്ചു വയ്ക്കാം, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്, അത് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. മറ്റെല്ലാം അങ്ങനെ പഠിച്ചു വയ്ക്കാൻ കഴിയില്ല, അങ്ങനെ കാണാതെ പാഠം പഠിച്ചു വയ്ക്കേണ്ട ആവശ്യവുമില്ല. ആ ടെക്നിക്ക് മനസ്സിലായാൽ ചില ആംഗിൾസിന് ഫംഗ്ഷൻ മാറുന്നില്ല എന്നും ചില ആംഗിൾസിന് ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ, അതോടൊപ്പം ചിഹ്നം വരുന്നുണ്ട്, ചിലയിടത്ത് പ്ലസ് വരുന്നു, ചിലയിടത്ത് മൈനസ് വരുന്നു, അതുകൂടി എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമുലകൾ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഏതൊക്കെയാണ് മാറ്റങ്ങൾ, എവിടേക്കാണ് മാറ്റം വരാത്തത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ സ്വയം ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഏതൊക്കെ ആംഗിൾസിനാണ് ഫംഗ്ഷൻ മാറാതിരിക്കുന്നതെന്നും ഏതൊക്കെ ആംഗിൾസിനാണ് ഫംഗ്ഷൻ മാറുന്നതെന്നും എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നും സ്വയം ഒന്ന് കണ്ടുപിടിക്കുക. അടുത്ത ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് റിഡക്ഷൻ ഫോമുല എഴുതേണ്ട ടെക്നിക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ചെറിയ ക്ലാസ് തന്നു, ഈ ഒരു വർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതെങ്ങനെ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.